കിലോമീറ്റർ ജെന്യൂൻ ആണെങ്കിൽ ജെന്യൂൻ ആണെന്ന് പറയും, റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് എന്ന് പറയും. ഒരാഴ്ച വാറണ്ടി എല്ലാ വണ്ടിക്കും കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, 100%. പെട്രോൾ വണ്ടിയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇനി പോളോയുടെ അത്യാവശ്യം നല്ല കളക്ഷൻ കിടപ്പുണ്ട്. അതെ, ഇതിന് തുടങ്ങാം. അതെ. 2014-15 റേസറില്ല പോളോ കംഫർട്ട് ലൈന് സിംഗിൾ ഓണർ വണ്ടി. 2015 ഹൈലൈൻ ടോപ്പിന്റെ ഹോണ്ട സിറ്റി 2014 സിറ്റി. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഷോ കണ്ടീഷനാണ്, നല്ല ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വണ്ടി ബോഡി ലൈനിങ് നോക്കിയാൽ മതി. രണ്ട് വണ്ടി, രണ്ട് ഡിസൈനർ ബോഡി ലൈനിങ് കണ്ടാൽ ആരും എടുത്തു പോകും. ഇത് വില ആകെ 280, ₹2.25 ലോൺ കൊടുക്കും. സ്പോർട്സ് 68,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതും രണ്ടാമത്തെ ഓണർ ഞാനാണ് ഓണർ കേട്ടോ. രണ്ടാമത്തെ ഓണർ. അതെ, ആ ചെറിയ പൈസ കൊടുക്കുക. 2.30 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 2,30,000. 2 രൂപ ലോൺ തന്നെ കിട്ടും. അതിന് ₹30 നമുക്ക് ഇറക്കി കൊടുക്കാം. വരുന്ന ആൾക്കാർക്ക് ചെറിയ സിവിൽ ഉണ്ടായിരുന്നു. ചെറിയ സിവിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. വലിയ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. സുനി ഓപ്പൺ മോട്ടോഴ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സുനിക, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖല്ലേ? സുഖം. സുനി ഓപ്പൺ മോട്ടോഴ്സിന് 2 ഷോറൂം ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 2 ഷോറൂമിന്റെ മഞ്ചേരി തുറക്കൽ 28. അതാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വണ്ടികളൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ടല്ലേ, തിക്കി നിറഞ്ഞ വണ്ടികളാണ്. അപ്പൊ വണ്ടികൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു കൊടുക്കാം. അതിന് മുമ്പ് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്താണ്? കിലോമീറ്റർ ജെന്യൂൻ ആണെങ്കിൽ ജെന്യൂൻ ആണെന്ന് പറയും, റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് എന്ന് പറയും. ഒരാഴ്ച വാറണ്ടി എല്ലാ വണ്ടിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലഡ് ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള കച്ചവടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ വണ്ടി ഇയോൺ പറഞ്ഞോ. 2013 മോഡൽ ഇയോൺ ആണ്. മാഗ്ന പ്ലസ് ആണ്, സിംഗിൾ ഓണർ ആണ്. 1 lakh ഓടിയിട്ടുണ്ട്. 1.70 വില. ₹1 ലോൺ കൊടുക്കാം. അതെ, 70 വില. 70 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കാം. അതെ അതെ, ഈസി ആയിട്ട് ഇറക്കാൻ പറ്റുന്ന നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവർ, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ബാറ്ററി ഇന്നലെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് റിനോൾട്ട് പൾസ് ആണ്. അതെ, 2012 RXZ ഏറ്റവും ഫുള്ളോട് വണ്ടി. അതെ, 1.12 ഓടിയിട്ടുള്ളൂ. ഓണർ 4th ആണ്. പക്ഷെ വണ്ടി കണ്ട സിംഗിൾ ഓണർ മാറിയ 4 ടയർ പുതിയത്, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി വണ്ടി. അതെ. ഇത് നമ്മൾ ചോദിക്കുന്നത് 2.15 ആണ്. ഒരു 1.50 ലോണും കൊടുക്കാം. ബാക്കി ലോൺ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മുടെ നിസാൻ മൈക്രയുടെ അതേ സാധനം XP പ്രീമിയം എന്ന് പറഞ്ഞ സാധനത്തിൽ വരുന്നതാണ് ഇത്. RXZ ബട്ടൺ സ്റ്റാർട്ട്, അലവിയില് എയർ ബാഗ്, ABS, ഓട്ടോമാറ്റിക് കൺട്രോൾ, AC ഒക്കെ ഉണ്ടാവും. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത വാഗണർ. അതെ അതെ, ഏതായിരുന്നു മോഡൽ? 2014 LXi വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 lakh ഓടിയിട്ടുണ്ട്. പക്ഷെ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസോ കാര്യമൊന്നുമില്ല. പിന്നെ ആകെ 2.75 നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 2.25 വരെ ലോണും കൊടുക്കാം. 2.25 വരെ ലോണും ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 100% പെട്രോൾ വണ്ടിയാണ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അടുത്ത ആൾട്ടോ 2019 B6 വണ്ടി. 1 lakh ഓടി വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ തന്നെയാണ്. ഇതിന് 2.90 ഉദ്ദേശിക്കുന്നത്. 2.65 ലോണും കൊടുക്കാം. ബാക്കി ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല. 4 ടയർ പുതിയ സീറ്റ് കവർ, സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർ ബാഗ്, ABS ഉണ്ടാവും. വീണ്ടും ഒരു ഓൾട്ടോ തന്നെയാണ്. അതെ, വീണ്ടും ഒരു ഓൾട്ടോ ആണ്. 2013 മോഡൽ വണ്ടിയാണ്. പിന്നെ 94,000 കിലോമീറ്റർ ഓടി വണ്ടി. നമ്മൾ ഉദ്ദേശിക്കുന്നത് 1.80 ആണ്. പിന്നെ റീപ്ലേസോ കാര്യമൊന്നുമില്ല. സീറ്റ് കവർ ഉണ്ട്. ടയർ ആവറേജ് ഉള്ളൂ. മാറ്റി കൊടുക്കുമോ? നോക്കാം, 2 ടയർ മാറ്റി കൊടുക്കുന്ന രീതി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോദിക്കുന്ന വില ഇത് 1.80 ആണ് ചോദിക്കുന്നത്. ഒരു 1.25 ലോണും കൊടുക്കാം. 1.80 ചോദിക്കുന്നത്. 1.25 ലോണും ചെയ്യാം അല്ലേ? അതെ അതെ. ഓക്കെ, അടുത്തൊരു എ സ്റ്റാർ 2009 VXi 1.16 ഓടി 4th ഓണറിൽ വണ്ടിയാണ്. ന്യൂ പേപ്പർ, ന്യൂ ടാക്സ്, ന്യൂ റിന്യൂവല്, ന്യൂ ഇൻഷുറൻസ്. 4 ടയർ പുതിയതുണ്ട്. റീപ്ലേസോ കാര്യം ഒന്നുമില്ല. സൂപ്പർ വണ്ടി. അതെ, 1.30 ഉദ്ദേശിക്കുന്നത്. ഇതിന് ലോൺ കിട്ടത്തില്ല. 2009. അതെ അതെ, ലോൺ കിട്ടില്ല. 1.30 ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റി കൊടുക്കാം. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 2013 മേളിലേക്കല്ലേ ഫിനാൻസ്? അതെ അതെ, 2013 മേളിലേക്കാണ് ഫിനാൻസ് കിട്ടുക. ഫിനാൻസ് ഉണ്ടാവുള്ളൂ. അതെ. അടുത്തത് അടുത്തത് മൈക്ര 2017 XL വണ്ടി. ബ്ലാക്ക് ആണ് വണ്ടി. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ ആണ്. 1.12 ഓടിയിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ റീപ്ലേസോ കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ ഓണറിൽ നിൽക്കുന്നു. അപ്പൊ വില 3 ലക്ഷം രൂപ. 2.25 ലോൺ കൊടുക്കും. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2.25 ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടി.
അപ്പൊ ഇനി പോളോയുടെ അത്യാവശ്യം നല്ല കളക്ഷൻ കിടപ്പുണ്ട്. അതെ, ഇതും തുടങ്ങാം. അതെ. 2014-15 റേസറില്ല പോളോ കംഫർട്ട് ലൈന് സിംഗിൾ ഓണർ വണ്ടി 1.20 കോടി വണ്ടി. ഓക്കെ, 3.75 ചോദിക്കുന്നുണ്ട്, ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം നമുക്ക്. ഓക്കെ. ഇത് പെട്രോൾ വണ്ടിയാണ്? ഡീസലാണ് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിടക്കുന്ന വണ്ടി. എത്രയായിരുന്നു വില? 3.75 ആണ് ചോദിക്കുന്നത്. അതിൽ 3 രൂപ ലോണും കൊടുക്കാം. 3 രൂപ ലോൺ ചെയ്യാം. 75 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. അടുത്തത് 2015 ഹൈലൈൻ ടോപ്പ് എൻഡ്. ഓക്കെ, 1.10 കോടി 1.2 മേജർ സർവീസ് കഴിഞ്ഞു. റീപ്ലേസോ കാര്യം ഒന്നുമില്ല. പിന്നെ ഹൈലൈനാണ് വണ്ടിയിട്ടുള്ളത്. ക്വാളിറ്റി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഒരു 4.4 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3.75 ലോണും കൊടുക്കും. 4.4 ചോദിക്കുന്നത്. 3.75 ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതെ. അടുത്ത പോളോ 2014 മോഡൽ വണ്ടി സിംഗിൾ ഓണർ. ഇതും കംഫർട്ട് ലൈൻ ആണ്. അതെ, 1.33 കോടി കറക്റ്റ് സർവീസ് ആണ്. റീപ്ലേസോ കാര്യം ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, അപ്പൊ വില ഇത് നമുക്ക് 3.65 ആണ് ചോദിക്കുന്നത്. അതെ. 3 രൂപ ലോണും കൊടുക്കട്ടോ. 3 രൂപ ലോണും ചെയ്യാം. അതെ, 65 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിടക്കുന്നത്. അതെ. അടുത്തത് ഒരു വെറൈറ്റി കളർ. അടുത്ത വെറൈറ്റി കളറാണ് 2015 മോഡൽ പോളോ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, പെട്രോൾ ആണ് അല്ലേ? അതെ. ഇത്ര നേരം കണ്ട ഡീസൽ വണ്ടി പോളോളായിരുന്നു. അതെ. ഇത് പെട്രോൾ വണ്ടിയാണ്. ഇത് കംഫർട്ട് ലൈൻ ആണ്. 1.2 ആണ്. പിന്നെ 1 ലാഖ് ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വില 4.50 ആണ്. 3.75 ലോണും കൊടുക്കാം. 4.50 ആണ്. 3.75 ലോണും ചെയ്യാൻ പറ്റും. റീപ്ലേസ്മെന്റ് അലോയിലുണ്ട്. 4 ടയർ പുതിയിട്ട് 4 സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അതെ. അടുത്ത പോളോ 2019 വണ്ടി കംഫർട്ട് ലൈൻ തന്നെ പെട്രോൾ ആണ്. 1 ലാഖ് ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി. പിന്നെ 4 ടയർ ഒരു 60% ഉണ്ട്. ഒരു സീറ്റ് കവർ കാര്യങ്ങൾ റീപ്ലേസ് ഇല്ല. പെട്രോൾ ആണ് വണ്ടി. ഇത് നമുക്കൊരു 5.25 ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കൊരു 4.5 ലോൺ കൊടുക്കാം കേട്ടോ. യെസ്, കുറെ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അടുത്തത് വെൻഡോ അല്ലേ? വെൻഡോ 2015 ഹൈലൈൻ 1 ലാഖ് ഓടിയ വണ്ടി. രണ്ടാമത്തെ ഓണർ പെട്രോൾ ആണ്. മാനുവൽ ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ടയറൊക്കെ ഒരു 60% ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്കൊരു 4.65 ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 4 രൂപ ലോൺ ആക്കി കൊടുക്കുകയും ചെയ്യാം. 4 രൂപ ലോൺ ചെയ്യാം. അതെ, ഓക്കെ. ഏകദേശം ഒരു 60-65 രൂപ ഇറക്കി കൊടുക്കാം. വണ്ടി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല മികച്ച ക്വാളിറ്റി തന്നെയൊക്കെയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. അതെ. അടുത്ത ഒരു ഓൾട്ടിസ് ഏതായിരുന്നു? ഇത് 2010 മോഡൽ ജി ഓപ്ഷൻ പക്ക കേരള വണ്ടി. 1.45 ഓടിയിട്ടുള്ളൂ. 2010 ആണെങ്കിലും 1.45 ഓടി കറക്റ്റ് സർവീസിലെ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ സർവീസ്. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷം 6ാം മാസം റിന്യൂവൽ വരും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ജി ഓപ്ഷൻ ആണ്. അതായത് ജി ഓപ്ഷൻ ഫുൾ ഓടാ വരിക. അന്നത്തെ ഫുൾ ഓടാ വരിക. അലവില് കാര്യം ബട്ടൺ സ്റ്റാർട്ട് എയർ ബാഗ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു 3.25 നമുക്ക് പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 പേപ്പർ വർക്ക് ചെയ്ത് കൈ കൊടുക്കാം അല്ലേ? അതെ. അടുത്തത് അൾട്ടിസൺ ആണ്. 2011 മോഡലാണ്. ഇതും ജി ഓപ്ഷൻ തന്നെയാണ്. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ നോ ഗ്യാരണ്ടി പറയുന്നുണ്ട്. കിലോമീറ്റർ ഗ്യാരണ്ടി ഇല്ല. പക്ഷെ എന്നാൽ ഇത് 145 കിലോമീറ്റർ കാണിക്കുന്നത്. ഫോർത്ത് ഓണറിൽ വണ്ടിയാണ്. ഇതിന് 3.50 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 2.50 ലോണ് സെർട്ട് ഓഫ് ഫൈനാൻസ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അതെ, അതായത് പ്രദേശങ്ങളെ സെർട്ട് ഓഫ് ഫൈനാൻസ് കിട്ടുള്ളൂ. അതിന് ഇവിടുന്ന് ചെയ്തു തരണം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. വേറെ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് അവർ അതാത് പ്രദേശങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അതെ. അടുത്ത ഒരു സിറ്റി ഹോണ്ട സിറ്റി 2014 സിറ്റി. സിംഗിൾ ഓണർ വണ്ടി. 1.50 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്. 1.42 സർവീസ് കഴിഞ്ഞതാണ്. 1.52 ചെയ്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മേജറൊക്കെ കഴിഞ്ഞു പോയതാണ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 5.40 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കൊരു 4.5 ലോണും കൊടുക്കാം. നീറ്റ് ക്വാളിറ്റി. ഇന്ത്യയിലൊക്കെ ഒറിജിനൽ സീറ്റ് കവർ ഒന്നും ആയിട്ടില്ല. ഇല്ല. അടുത്തതൊരു സിറ്റി തന്നെയല്ലേ? 2015 മോഡൽ SV ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതും റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. 84 കിലോമീറ്റർ ഓടിയുണ്ട്. അത് കറക്റ്റ് സർവീസിലെ വണ്ടിയാണ്. റീ വണ്ടി ആണെങ്കിൽ കിലോമീറ്റർ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓണറിൽ. ഇത് നമുക്കൊരു 5 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 5 രൂപയാണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 2015 ആണ്. 5 രൂപ ചോദിക്കുന്നുള്ളൂ. നമുക്കൊരു 4 രൂപ ലോൺ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ചെറിയ മുടക്കിൽ ഓട്ടോമാറ്റിക് വലിയ വണ്ടി അല്ലേ? ഓക്കെ. നമുക്ക് അതിന്റെ ഇടയിലുള്ള വണ്ടികളുണ്ടോ? അമേസോൺ നോക്കാം. ഓക്കെ.
അമേസ് കിടപ്പുണ്ട്. അമേസ് ഈ ഹോണ്ട സിറ്റി, ഈ സിറ്റി കഴിഞ്ഞിട്ട് പോവാം അല്ലേ? സിറ്റി പറഞ്ഞു. അതെ 2019 സിറ്റി. 19 സിറ്റി. രണ്ടാമത്തെ ഓണറിൽ വി ഓപ്ഷൻ ആണ്. ലേറ്റസ്റ്റ് മോഡല് 1.30 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. പിന്നെ ഇത് നമുക്കൊരു 890 ചോദിക്കുന്നുള്ളൂ. ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കാം. 8 രൂപ ലോണും കൊടുക്കുക. ചെറിയ മോഡൽ കൂടി വണ്ടി ഇറക്കി കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അടുത്തൊരു അമേസ് 2018 VX ഫുൾ ലോഡ് വണ്ടി, ഡീസലാണ്, സിംഗിൾ ഓണർ, രണ്ടാമത്തെ ഓണറാണ്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല സീറ്റ് കവർ, 4 ടയർ പുതിയ ബാറ്ററി, ന്യൂ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം, നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് ആകെ വില ചോദിക്കുന്നത് 7,400 രൂപയാണ്. വണ്ടി ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. ലോൺ നമുക്ക് 650 ചെയ്ത് കൊടുക്കാം. 2018 VX. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നേരെ വരുമ്പോൾ ഒരു എത്തിയോസ് ഇവിടെ കിടപ്പുണ്ട്. എത്തിയോസ് ലിവ ഇവിടെ ഇത് കഴിഞ്ഞ പോകുന്നത് അല്ലെങ്കിൽ ഈ ലൈനിക്കാണ് കയറാം. നമുക്ക് ഇതിങ്ങനെ കഴിഞ്ഞ് പോയിട്ട് കയറാം. അപ്പോൾ ഇവിടെ ഒരു എത്തിയോസ് ലിവ കിടപ്പുണ്ട്. ഏതായിരുന്നു മോഡല്? ഇത് 2017 മോഡല് പെട്രോൾ VX, ഏറ്റവും ടോപ്പ് എൻഡ് മോഡല്, 50,000 കിലോമീറ്റർ ഓടി, രണ്ടാമത്തെ ഓണർ. വണ്ടി കണ്ട പുതിയ ഇറങ്ങിമാര്, 4 ടയർ പുതിയ, സീറ്റ് കവർ, റിവേഴ്സ് ക്യാമറ, കാര്യം എല്ലാം മിറർ ഫോൾഡിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടി ക്വാളിറ്റി വണ്ടി. 50,000 ഓടിയിട്ടുള്ളൂ. നമുക്കൊരു ചോദിക്കുന്നത് 550 450 ലോണും കൊടുക്കുക. ഇനി ചെറിയ പ്രൊഫൈൽ വെച്ചിട്ട് 5 രൂപ ആക്കാൻ പറ്റി ആക്കി കൊടുക്കും. 2017 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് ഓടിയിട്ടില്ല. ഇല്ല. വീണ്ടും ഒരു വ്യത്യാസം. അടുത്തത് ലിവ VXD 2018 മോഡൽ 19 റേസർ, രണ്ടാമത്തെ ഓണത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടുപോയിട്ട് 90,000 കിലോമീറ്റർ സർവീസ് ചെയ്ത് കൊടുത്ത് നിർത്തിയതാണ്. 10,000 നോക്കിയാൽ മതി. അതിലെ മേജർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ലും കാര്യം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് 775 ഈ ചെറിയ മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം. ലോൺ നമുക്ക് 7 രൂപ കൊടുക്കും ചെയ്യാം. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 7 രൂപ കൊടുക്കും ചെയ്യാം. 7 രൂപ ലോണും ചെയ്യാൻ പറ്റും. അടുത്ത എത്തിയോസ് സെഡാൻ കിടപ്പുണ്ട്. സെഡാൻ കിടക്കുന്നത് 2016 മോഡൽ എത്തിയോസ് GD. ഇത് റീറേസസ് വണ്ടിയാണ്. 193 തൊട്ട് ഓടിയിട്ടുണ്ട്. സർവീസ് കറക്റ്റ് ആണ്. എന്നാലും റീറേസസിനാണ് കിലോമീറ്റർ നോ ഗ്യാരണ്ടി. ഇപ്പോഴും പറയുന്നുണ്ട് കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. എന്നാലും നമ്മൾ റീറേസ് വണ്ടിക്ക് നമ്മൾക്ക് ഗ്യാരണ്ടി കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് തരൂല എന്നല്ല പറയുന്നത്. അതെ. അപ്പോൾ സീറ്റ് കവർ ഉണ്ട്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട് വണ്ടിക്ക്. ടയറൊക്കെ ഒരു 80% പറയാം. ടയറൊക്കെ ഉണ്ട്. റീപ്ലേസ് ഇല്ല കേട്ടോ. സാധാരണ മെയിൻ ക്ലാസ് മാറാറുണ്ട്. ഇതൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ക്വാളിറ്റി 450 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. ഒരു 350 ലോണും കൊടുക്കുക. അതെ. വീണ്ടും എട്ടിയോസ് 2015 റീറേസസ് വണ്ടിയാണ്. പിന്നെ ഇത് കിലോമീറ്റർ ഇതിൽ കാണുന്നത് 93 നോ ഗ്യാരണ്ടി ആണ്. എക്സ്ട്രാ അലവൽ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാറ്റിനം ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 രൂപയാണ്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക. ഇത് നമുക്കൊരു 3,400 ലോണും കൊടുക്കാം. അതെ. അടുത്ത ഡിസയർ 2013 മോഡൽ വണ്ടി, ZD വണ്ടി, ഓപ്ഷൻ കൂടിയ വണ്ടിയാണ്. ഇതും റീറേസസ് വണ്ടി ആണെങ്കിലും കിലോമീറ്റർ നോ ഗ്യാരണ്ടി. പക്ഷെ വണ്ടി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അബ്ബാറ ക്വാളിറ്റി. റീപ്ലേസ് പറഞ്ഞ സാധനമല്ല, പെയിന്റ് ടച്ചപ്പ് ഇല്ല. അങ്ങനെ അത്ര ക്വാളിറ്റി ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടി നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതാണ്. സർവീസ് കറക്റ്റ് അവർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അതെ. ഇതിന്റെ വില ആകെ 345 ഇത് ഞാൻ 275 ലോൺ വാങ്ങിത്തരാം. വീണ്ടും ഡിസയർ 2013 തന്നെയാണ്. വീഡിയോ ആണ്, സിംഗിൾ ഓണർ ആണ്, 14 രജിസ്ട്രേഷൻ ഉണ്ട്, 150 ഓടിയിട്ടുണ്ട്, 150 കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യം ഒന്നുമില്ല. 365 ഉദ്ദേശിക്കുന്നത്. 3 രൂപക്ക് നമുക്ക് ലോൺ കൊടുക്കാം. ബാക്കി 65 രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി. ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഷോ കണ്ടീഷനിലാണ്, നല്ല ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വണ്ടി ബോഡി ലൈനിങ് നോക്കിയാൽ മതി. 2 വണ്ടി, 2 ഡിസൈറിന്റെ ബോഡി ലൈനിങ് കണ്ടാൽ ആരും എടുത്തു പോകും. അല്ലേ? ഡിസൈർ ആഗ്രഹിക്കുന്ന ആൾക്കാർ വേഗം വന്നോളൂ. അപ്പൊ അടുത്ത I20 2016 മോള് 17 റേസറിലെ വണ്ടി, 52,000 ഓടിയ വണ്ടി, പെട്രോൾ ആണ്, സ്പോർട്സ് ഓപ്ഷൻ, ക്ലീൻ വണ്ടി. അതെ, നല്ല ഇന്റീരിയർ. ടയർ ഇത്തിരി കുറവുണ്ട്, അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ആ വില ഉദ്ദേശിക്കുന്നത് നമ്മൾ 440 ഇതൊരു 380 വരെ ലോൺ കൊടുക്കാം. ബാക്കി ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി 2013 മോഡൽ ഡീസൽ വണ്ടിയാണ്, I20. അതെ. സിംഗിൾ ഓണർ വണ്ടി, ഫ്ലൂയിഡിക് ആണ്. അതെ. കിലോമീറ്റർ 1.54 ഓടിയുണ്ട്. കറക്റ്റ് 1.62 വരെ സർവീസ് ആണ്. ഓരോ 10,000 സർവീസ്. വണ്ടിന്റെ ബോഡി കണ്ടാൽ ടയർ കാര്യങ്ങളൊക്കെ നോക്കിക്കളി, ഇന്റീരിയർ ഒക്കെ നോക്കിക്കളി. ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ തന്നെ വണ്ടി. അപ്പൊ വില പറഞ്ഞു ഇത് വില ആകെ 280.
2.5 ലോൺ കൊടുക്കും. അതെ, അത്രയുള്ളൂ കാര്യം. അതെ. അടുത്ത ഗ്രാൻഡ് ആയിട്ട് 2014 വണ്ടി, സ്പോർട്സ് CRDI ഡീസൽ 94,000 കിലോമീറ്റർ ഓടി, 3ാമത്തെ ഓണർ. 3.35 വില, 2.75 ലോണും കൊടുക്കും. ക്ലീൻ വണ്ടി. അതെ, ഇന്ത്യയിലൊക്കെ കമ്പനി സാധനങ്ങളാണ് കിടക്കുന്നത്. 4 ടയർ പുതിയതുണ്ട്. ഇന്ത്യയിലെ സീറ്റ് കവർ ഒറിജിനൽ സീറ്റ് കവർ ആണ്. റീപ്ലേസോ കാര്യം ഒന്നും ഇല്ല കേട്ടോ. ഇല്ല. അടുത്തത് വീണ്ടും ഒരു i20 ആണല്ലോ. i20 ആണ്. 2019 മോഡൽ സ്പോർട്സ്, 68,000 കിലോമീറ്റർ ഓടി വണ്ടി. അതും 2ാമത്തെ ഓണർ ഞാനാണ് ഓണർ കേട്ടോ. 4 ടയർ പുതിയത്, റിവേഴ്സ് ക്യാമറ, ഡീസൽ വണ്ടി. ലാസ്റ്റ് വണ്ടി 2019 ഈ മോഡല് ലാസ്റ്റ് വണ്ടി. അത് നല്ല സീറ്റ് കവർ കാര്യമുണ്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. 4 ടയർ പുതിയതും ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തിട്ടുണ്ട്. പുതിയ വണ്ടി 650 ID ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതെ. ഇത് നമുക്കൊരു 7.75 വില. ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. 7 രൂപ ലോണും കൊടുക്കാം. 7 രൂപ ലോണും ചെയ്യാം. അതെ. അടുത്തത് ഒരു ജാസ് 2016 മോഡൽ ജാസ് ഡീസൽ, 2ാമത്തെ ഓണർ, 1 lakh ഓടിയ വണ്ടി, 96,000 കിലോമീറ്റർ മേജർ സർവീസ് ഇറങ്ങിയ കഴിഞ്ഞ വണ്ടി. റീപ്ലേസോ കാര്യം ഒന്നുമില്ല. നല്ല ഇന്റീരിയല്, നല്ല ടച്ച് സ്ക്രീന്, 4 ടയർ 80%. ഇനി എന്താ വണ്ടി നിങ്ങൾക്ക് ഒരു 5.30 വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 4.75 ലോണും കൊടുക്കാം. അടുത്ത നിസാം മൈക്ര പറഞ്ഞറിയിച്ച വൃത്തി നോക്കിക്കളി, ബോഡി ലൈനിൽ നോക്കിക്കളി, സ്ക്രാച്ചോ കാര്യം ഇങ്ങോട്ട് പറയാം, പൈസ അങ്ങോട്ട് തരും. 2017 മോഡൽ വണ്ടി, വെറും 74,000 കിലോമീറ്റർ ഓടി വണ്ടി, CVT ഓട്ടോമാറ്റിക്. തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ കൊണ്ടുപോയിക്കോളി. 15 കിലോമീറ്ററിനുള്ളിൽ കിട്ടും. അത് നിസാന്റെ ഏത് വണ്ടിക്ക് 15 ഉള്ളിലേ കിട്ടുള്ളൂ. പെട്രോൾ കിട്ടും. ഡീസൽ ആണെങ്കിൽ 20 മേലേക്കാണ് നോക്കേണ്ടത്. അതെ. ഇത് നമുക്കൊരു 4.50 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഒരു 4 രൂപ ലോണും കൊടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. ഫീച്ചേഴ്സ് എക്സൽ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, ഒരു എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 4 ടയർ ഒരു 60% ഉണ്ട്. റീപ്ലേസോ കാര്യം ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ധൈര്യമായിട്ട് പോയി ചോദിച്ചു. ഫ്രണ്ട് ഒച്ചുപുളിയോ കാര്യം ഒന്നുമില്ല. അത്ര ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി വൃത്തി കണ്ട ആ വണ്ടിനനുസരിച്ച് മെക്കാനിക്കും ഉണ്ട്. അപ്പൊ അടുത്തത് ഇങ്ങോട്ട് വരുമ്പോ അടുത്തത് മൈലേജിന്റെ രാജാവാണ്. അമേസ് ഡീസൽ ഓട്ടോമാറ്റിക്. തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് 2018 മോഡൽ V ഓപ്ഷൻ വണ്ടിയാണ്. CVT ഓട്ടോമാറ്റിക്. 90,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ടയർ കണ്ടളി, ഇന്റീരിയർ കണ്ടി നോക്കിക്കളി. അത്ര ക്ലീൻ വണ്ടിയാണ്. ബോഡി ലൈനിൽ കൊടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. അത്ര ക്ലീൻ വണ്ടിയാണ്. ഞാൻ 8.50 ചോദിക്കുന്നുള്ളൂ. BS4 വണ്ടിയാണ്. BS4 ആണ് കംപ്ലൈന്റ് ഇല്ലാത്തത്. ധൈര്യമായിട്ട് എടുത്തോളി. 8.50 ഉദ്ദേശിക്കുന്നുള്ളൂ. 7.25 രൂപ ലോണും കൊടുക്കുക. ഇനി എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റിയും കൊടുക്കും. അടുത്ത ഒരു എക്സ്പ്രസോ 2020 VXI പ്ലസ് AMT ഓട്ടോമാറ്റിക്. ഒരു 60,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ക്ലീൻ വണ്ടി പറഞ്ഞാൽ ക്ലീൻ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ വില എന്തൊക്കെ 4.40 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റി കൊടുക്കുക. 3.75 ലോണും കൊടുക്കുക. നല്ല പ്രൊഫൈൽ ആയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അടുത്തത് 2010 CVT ഓട്ടോമാറ്റിക് i10 2010 മോഡല്. ഈ വർഷം 9ാം മാസം റിന്യൂവൽ വരുന്നുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം. വേറെ റീപ്ലേസോ കാര്യമൊന്നുമില്ല. വെറും 89,000 കിലോമീറ്റർ ഓടിയിട്ട് 3rd ഓണറിൽ വണ്ടി. ക്ലീൻ വണ്ടി. റീപ്ലേസോ കാര്യമൊന്നുമില്ല കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്ത്യയിലേക്ക് വരുമ്പോ എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ്. ഒന്നും റീപ്ലേസ് ഇല്ല. നീറ്റ് സാധനങ്ങൾ. സീറ്റിനൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. അപ്പൊ അടുത്തത് ഒരു ഗ്രാൻഡ് ആയിട്ട് ഇതിന്റെ വില 2.35 ആട്ടോ. ഇതിന് വേണ്ട 2.35 വില. നമ്മൾ ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. അതെ. അടുത്തത് 2014 മോഡല് ആസ്റ്റ ടൈറ്റൻ ഗ്രാൻഡ് ആസ്റ്റ ഓപ്ഷൻ ആണ്. ബട്ടർ സ്റ്റാർട്ട് കാര്യം വരുന്നുണ്ട്. അത് CVT പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. സിംഗിൾ ഓണർ വണ്ടി. 4 ടയർ പുത്തുണ്ടായിരുന്നു. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറർ ഫോൾഡിങ്, ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരും. ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടി. ഇത് നമുക്കൊരു 3.80 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 3.25 രൂപ ലോണും കൊടുക്കാം. അപ്പൊ അടുത്ത വണ്ടി സാധാരണ ഒരു വണ്ടിയാണ്. 2012 മോഡൽ വണ്ടി. അതും ആസ്റ്റ ഓപ്ഷൻ സൺറൂഫിലെ വണ്ടി. CVT ഓട്ടോമാറ്റിക്. 88,000 കിലോമീറ്റർ ഓടി, 2ാമത്തെ ഓണറിൽ. നോ റീപ്ലേസ്. അതെ. കമ്പനി വന്ന മാതിരി ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. കമ്പനി വന്ന സീറ്റ് പറഞ്ഞ കമ്പനി സീറ്റ് നോക്കി ഒരു പോറൽ പോലും ഇങ്ങോട്ട് പറയാം. അതെ. അപ്പൊ വില നമുക്ക് എന്തൊരു 2.90 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം പറ്റി കൊടുക്കുക. 2 രൂപ ലോണും കൊടുക്കാം. 100%. സൺറൂഫ് ഉണ്ട്. സൺറൂഫ് കാണിച്ചു കൊടുത്തോ. അപ്പൊ S-Star 2013 മോഡല് 1 lakh കൂടിയ വണ്ടിയാണ്.
അത് രണ്ടാമത്തെ ഓണർ മാരുതിയിൽ CVT എന്ന് പറഞ്ഞ സാധനം എ സ്റ്റാറും റെഡ്സ് മാത്രമേ ഉള്ളൂ. അതിൽ എ സ്റ്റാർ ആണ് ഈ കിടക്കുന്നത്. അപ്പോ വില എന്താ നമുക്കൊരു ചെറിയ 290 അതും ചോദിക്കുന്നുള്ളൂ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. നല്ല പ്രധാനമാണെങ്കിൽ 2.5 ലോണും കൊടുക്കാം. മാരുതിന്റെ വണ്ടിയല്ലേ, മൈലേജും ഉണ്ടാവും കേട്ടോ. നല്ല മൈലേജ് ഉണ്ടല്ലേ. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോഴും കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ 60% ഉണ്ട്. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീണ്ടും ഒരു എറ്റിയോസ് ലിവ 2014 റീ രജിസ്ട്രേഷൻ ആണ്. GD വണ്ടിയാണ്, VXC കൺവേർട്ട് ചെയ്തതാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ നോ ഗ്യാരണ്ടി. 89,000 കിലോമീറ്റർ ഓടി. എക്സ്ട്രാ വീല് ന്യൂമോട്ട് ആക്കിയത്, സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. നോ റീപ്ലേസ് നോക്കിയാൽ റീപ്ലേസോ കാര്യം കാണൂല. എന്നാലും പിന്നെ കിലോമീറ്റർ നോ ഗ്യാരണ്ടി. പിന്നെ ആകെ വില ചോദിക്കുന്നത് 375 ആണ്. അതിൽ നമുക്ക് 3 രൂപ ലോണും കൊടുക്കാം. ചെറിയ മാറ്റം വ്യത്യം കൊടുക്കും ചെയ്യാം. അടുത്തത് ഒരു ഫോർഡ് ഫിഗോ 2017 മോഡൽ ടൈറ്റാനിയം പ്ലസ് വണ്ടി. 4 ടയർ പുതിയത്, നല്ല സീറ്റ് കവർ. 1,80,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 3.4 രൂപ വിലയുള്ളൂ. 2.75 ലോണും കൊടുക്കുക. ചെറിയ മാറ്റം വ്യത്യം കൊടുക്കുക. അതെ, നീറ്റ വണ്ടി. എക്സ്ട്രാ ചെയ്താണ്. അതെ അതെ. ടയറൊക്കെ നോക്കിക്കളി, 90% ടയറാണ്. 90% ടയർ അടക്കണം. അടുത്തത് ഒരു മാരുതി സിയാസ് 2016 മോഡൽ VDI പ്ലസ് ആണ്. ഹൈബ്രിഡ് ആണ്. സിംഗിൾ ഓണർ ആണ്. 1.50 ഓടിയിട്ടുണ്ട്. 1.46 വരെ സർവീസ് കറക്റ്റ്. അതിന് എന്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളൂ, നമ്മൾ അംഗീകരിക്കുന്നതാണ്. അതെ, വില ഇതിന് ആകെ 5.4 രൂപയുള്ളൂ. 4.25 രൂപ ലോണും കൊടുക്കാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒറിജിനൽ സീറ്റ് കവർ നോക്കിക്കളി. ടയർ നോക്കിയാൽ 90% 4 ടയറും ഉണ്ട്. മിറർ ഫോൾഡിംഗ് ഇല്ല. ഹൈബ്രിഡ് ആണ്. VDI പ്ലസ് ആയതാണ് മിറർ ഫോൾഡിംഗ് ഇല്ലാത്തത്. റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈബ്രിഡ് ആണ്. മൈലേജ് ഉണ്ടാവും, വലിയ കൂടും ഒക്കെ ചെയ്യും. അടുത്ത ഒരു ഹോണ്ട WRV VX 2018 മോഡല് 1.16 ഓടി. സിംഗിൾ ഓണർ വണ്ടി. നോ റീപ്ലേസ്. കറക്റ്റ് സർവീസ്. 1.12 സർവീസ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. സൺറൂഫ് കാര്യങ്ങൾ കണ്ട്, സീറ്റ് കവർ കാര്യങ്ങൾ കണ്ടളി, ടയർ കണ്ടളി, ഒക്കെ കണ്ടളി. നല്ല വണ്ടിയാണ്. നമ്മൾ 7.25 ഉദ്ദേശിക്കുന്നുള്ളൂ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. പിന്നെ ലോൺ നമുക്കൊരു 6.25 ലോണും കൊടുക്കാം. 6.25 ലോണും കൊടുക്കാം കേട്ടോ. അതെ അതെ. ഇനി നമുക്ക് ഫോൾസ്വാഗന്റെ 2013 വെന്റോ ആണ്. ആ വെന്റോ 2013 ആണ്. ഇവിടുന്ന് ബോർഡിംഗ് നോക്കിക്കളി, പറയൂല അല്ലെ, പറയൂല. നല്ല ക്വാളിറ്റി വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി. പിന്നെ കിലോമീറ്റർ ഇത് 1.8 കാണിക്കുന്നത്. ഇതിന് ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് വരിക. താരതമ്യേന വർക്കിംഗ് കണ്ടാല് കിലോമീറ്റർ കറക്റ്റ് ആണ്. റീപ്ലേസ് ഇല്ല. രണ്ടാമത്തെ ഓണറിൽ, 3ാമത്തെ ഓണറിൽ വണ്ടി കേട്ടോ. നല്ല ഇന്റീരിയലാണ്. ടയറൊക്കെ ഒരു 60% ഉണ്ട്. കേരള വണ്ടി. ആ ചെറിയ പൈസ കൊടുക്കാം. 2.30 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 2,30,000 രൂപ. 2 രൂപ ലോൺ തന്നെ കിട്ടും. 30 രൂപ നമുക്ക് ഇറക്കി കൊടുക്കാം. എത്ര ക്ലീന്. ഇനിയിപ്പോ ഒരു ബ്രസ്സും കൂടി ഉണ്ട്. 2017 മോഡല് 1.40 ഓടി. ഓണർഷിപ്പിൽ നമ്മൾ ചെറിയ തെറ്റി. നമുക്ക് 5ാമത്തെ ഓണർ ആയിട്ടുണ്ട്. ZD പ്ലസ് ആണ്. ഡീസൽ ആണ്. മാനുവൽ ആണ്. അതിന്റെ വിലക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6.50 കിട്ടിയ വണ്ടി കൊടുക്കും. 6.50 കൊടുക്കും. ഫിനാൻസ് എന്ത് ചെയ്യാൻ പറ്റും? 6 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. നല്ല പ്രകാരം ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് കിടക്കുന്നത്. അതെ അതെ അതെ. യെസ്. അപ്പൊ ഇത്രയും വണ്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഷോറൂമിലുള്ളത്. അപ്പുറത്ത് വേറെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. SUV ടൈപ്പ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറത്തെ ഷോറൂമിൽ. നമുക്ക് അടുത്ത എപ്പോഴും വീഡിയോ ചെയ്യാം അല്ലേ? ഇന്നിപ്പോ ഇത്രയും വണ്ടികളാണ് പരിചയപ്പെടുത്താനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പണി തീരെ കുറവായിരുന്നു. എല്ലാ ഷോറൂമിൽ ഇരിക്കാനെ പോലുള്ള ആൾക്കാർ കിട്ടിയാലും എനിക്ക് പണി കുറവായിരുന്നു. പെട്ടെന്ന് കിടന്ന് ഇത്രയും വണ്ടികൾ പെട്ടെന്ന് കിടന്ന് പറഞ്ഞു തീർത്തു. അപ്പോൾ ഇക്ക താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഫിനാൻസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഇടയിൽ പറഞ്ഞില്ലല്ലോ. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് അധികം വരുന്ന ആൾക്കാർക്ക് ചെറിയ സിവിൽ ഉണ്ടായിരുന്നു. ചെറിയ സിവിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. വലിയ സിവിലൊക്കെ ആണെങ്കിൽ അവരൊന്ന് അഡ്ജസ്റ്റ്മെന്റ് എന്താ വെച്ചാൽ ചില ആൾക്ക് പാസ്സാവും, ചില പാസ്സാവില്ല. അത് അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ പാസ്സാക്കി കൊടുക്കാറുള്ളത്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, കരടച്ച റെസീറ്റ്, ഇതൊക്കെ വേണ്ടത് അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ സിവിലിന്റെ പ്രശ്നമാണ് നമുക്ക് അധികം വരുന്ന പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളെ കച്ചവടമൊക്കെ മുടങ്ങി പോകുന്നത് അതാണ്. പക്ഷേ എന്നാലും 90% നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു ആവറേജ് പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് മാക്സിമം നമുക്ക് സമീപിക്കുകയാണെങ്കിലും ചെയ്ത് കൊടുത്ത് പാസ്സാക്കി വിടുന്ന രീതി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സഹകരിക്കും വേണം. അതിന്റെ കൂട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് സഹകരിക്കണം. അപ്പോഴാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. സിവിൽ എത്ര വേണ്ടി വരും? 600 ഒക്കെ ഉണ്ടെങ്കിൽ 600 ഇല്ല, 650 മേലക്കുള്ള ആൾക്കാർക്ക് എന്തായാലും ലോൺ കയറുള്ളൂ. 650
സാധാരണ അവർ 600 ചെയ്ത് തരുന്നില്ല. 700 നോക്കണ ആവശ്യമില്ല, നമ്മൾ ചെയ്ത് കൊടുക്കാം. ചെറിയ സിവിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. സിവിൽ ഇല്ലാത്ത ആൾക്കാർ പ്രശ്നമല്ല, അതിൽ 80-85% വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ വേറെ എത്ര ഫിനാൻസ് ഉണ്ട് നമുക്ക് ചെയ്യേണ്ടത്? അത് മോഡലിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2015 മേലൊക്കെ ആണെങ്കിൽ 85 ചെയ്ത് കൊടുക്കാം. 2015 താഴത്തേക്ക് ആണെങ്കിൽ ഒരു 70-75% കിട്ടുള്ളൂ. നമ്മള് വെറുതെ അവിടെ ഫുൾ ഓൺ കിട്ടും മറ്റേ കിട്ടും പറഞ്ഞിട്ട് കാര്യം ആൾക്കാർ പ്രതീക്ഷ വരും, നമ്മളത് അവരെ ചോദിക്കണ മാറി കയറും. അതിന് താല്പര്യമില്ല, എല്ലാ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് വീണില്ലെങ്കിൽ അടുത്തതിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഓ ശരി. അപ്പോൾ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.